നമസ്കാരം. ജീവിതം ഒരു സമസ്യയാണ്. ഓരോ ദിനം ചെല്ലുന്തോറും അവനവൻ തന്നെ പല ചോദ്യങ്ങളും അവനോട് ചോദിക്കും, ഉത്തരം കണ്ടെത്താതെ മുമ്പോട്ട് പോകും. എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വയം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആഫ്റ്റർ ഓൾ വാട്ട് ഈസ് ലൈഫ്? ഒടുവിൽ എന്താണ് ജീവിതം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ യുദ്ധം ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ചില ആശയങ്ങൾക്ക് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി, ധനസമ്പാദനത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, ആഡംബര ജീവിതത്തിന് വേണ്ടിയൊക്കെ നമ്മൾ യുദ്ധം ചെയ്യുകയാണ്. ഈ യുദ്ധത്തിൽ നമ്മൾ അറിയാതെ നമുക്ക് ശത്രുക്കളുണ്ടാവുന്നു, മിത്രങ്ങളുണ്ടാവുന്നു. മിത്രങ്ങളെന്ന് നമ്മൾ കരുതുന്നവർ ശത്രുക്കളാവുന്നു, ചതിക്കുന്നവരാവുന്നു. അങ്ങനെ നമ്മൾ വലിയൊരു യുദ്ധം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ, കൂടപ്പിറപ്പുകളെ പോലും നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. കൂടപ്പിറപ്പുകൾ ശത്രുക്കളാവുന്നു. നമ്മൾ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാത്തത് കൊണ്ട് ചിലരുടെ ജീവിതം ദുസ്സഹമാകുന്നു. അങ്ങനെ വല്ലാത്തൊരു ആശയക്കുഴപ്പം നിറഞ്ഞ ഒന്നാണ് ജീവിതം. പക്ഷെ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്തേരെയാണ്? ഏറിയാൽ 100 വർഷം. നോക്കൂ, കോടാനുകോടി വർഷങ്ങളായി പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതിൽ വെറും ഒരു കടുകോ തുരുമ്പോ പോലുമല്ല നമ്മൾ. അതിൽ നമ്മൾ കടന്നു പോകുന്നത് ഏറിയാൽ 100 വർഷം. അത്രയുമൊന്നും ആർക്കും കിട്ടില്ല. 80 വയസ്സിനപ്പുറത്തേക്ക് കിട്ടുന്നവർ ഭാഗ്യമുള്ളവരാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല. അതാണ് ജീവിതം. പക്ഷേ ഇതിനിടയിൽ എന്തെല്ലാം സംഭവങ്ങൾ, സംഘർഷങ്ങൾ, മരണങ്ങൾ, അങ്ങനെ ജീവിതം എന്ന സമസ്യ പൂരിപ്പിക്കാനാവാതെ നമ്മൾ വെള്ളം കുടിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ ഇംഗ്ലണ്ടിലാണ് എന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. ഞാൻ ഈ ലെസ്റ്ററിന് സമീപം ലഫ്ബറോ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കൂറ്റൻ സെമിത്തേരിയിലൂടെ കടന്നുപോയി. ഈ സെമിത്തേരിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സെമിത്തേരി. മനോഹരമായി പൂക്കൾ കൊണ്ട് പൂന്തോട്ടമാക്കി അലങ്കരിച്ചിരിക്കുന്ന സെമിത്തേരിയിൽ എണ്ണി തീർക്കാൻ കഴിയാത്ത വിധത്തിൽ ശവക്കല്ലറകളാണ്. ഈ കല്ലറകളിലൊക്കെ അടക്കി ദ്രവിച്ച് മണ്ണിനോട് ചേർന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ. അവർക്ക് ആരായിരുന്നിരിക്കാം? അവരുടെ ഉറ്റ ബന്ധുക്കൾക്ക് പോലും അറിയില്ലായിരിക്കാം. കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് പല കല്ലറകൾക്കും. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ഒരു ധാരണയുമില്ല. അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കുമെന്നൊക്കെ നമ്മൾ സ്വയം നിഗമനത്തിലെത്തി, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് വിശ്വസിച്ച് നമ്മളങ്ങ് ജീവിക്കുന്നു. അത്രയുമല്ലേ ഉള്ളൂ. എന്നിട്ടോ ഒരു കാര്യവുമില്ലാതെ നമ്മൾ ആളുകളെ ശത്രുക്കളാക്കുന്നു. ഇത് തൊഴിലിൻ്റെ ഭാഗമാണെങ്കിൽ മനസ്സിലാക്കാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തൊഴിലാണ് സത്യം വിളിച്ചു പറയുക എന്നത്. അതെൻ്റെ ജീവിത ധർമ്മമാണ്. അത് ചെയ്യുമ്പോൾ അതിൻ്റെ മുന കൊണ്ട് വേദനിക്കുന്നവർ ശത്രുക്കളാവുന്നത് സ്വാഭാവികം. എന്നാൽ ഒരു കാരണവുമില്ലാതെ എന്തിനാണ് നമ്മളിങ്ങനെ ശത്രുക്കളെ സൃഷ്ടിക്കുന്നത്? ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നേഴ്സുമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട നിർഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ അവരുമായി സഹകരിക്കാൻ ശ്രമിച്ചത് എന്തെങ്കിലും ലാഭം കൊണ്ടല്ല. പലരും പറയും ജാസ്മിൻ ഷെനിക്ക് പണം തരുന്നുണ്ട്, ചിലർ പറയും ഹിറ്റ് കിട്ടാൻ വേണ്ടി. ഒന്നുമല്ല. നേഴ്സുമാരുടെ വിഷയത്തിന് അത്ര വലിയ ഹിറ്റൊന്നുമില്ല. മറ്റ് പല വിഷയങ്ങളും 5 ലക്ഷവും 6 ലക്ഷവും ഒക്കെ കാണുന്നെങ്കിൽ നേഴ്സുമാരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോയിൽ 1 ലക്ഷം പേരിലധികം കാണാറില്ല. കാരണം അവരുടേത് വലിയൊരു കമ്മ്യൂണിറ്റി അല്ല. പക്ഷെ എന്നിട്ട് ഞാൻ അവരോടൊപ്പം നിൽക്കുന്നത് അവർ ചെയ്യുന്ന ജോലിയുടെ മഹത്വം തമസ്കരിക്കപ്പെടുന്നത് കൊണ്ടും അർഹതപ്പെട്ട ശമ്പളം കിട്ടാത്തത് കൊണ്ടും. അതിൻ്റെ പേരിൽ എന്നെ തെറി വിളിക്കുന്നു, ജിഹാദിയാണ്, ഫ്രോഡാണ്, ധനസമ്പാദനത്തിന് വേണ്ടി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ എവിടെയോ ചിലപ്പോൾ ഒരു വേദന തോന്നും. എന്തിനാണ്? ഒരു പരിചയമില്ലാത്ത ആളുകൾ അങ്ങ് പൂർണ്ണമായും വിശ്വസിക്കുകയാണ് ഞാനൊരു തട്ടിപ്പുകാരനാണ്, ഞാൻ ധനസമ്പാദനത്തിന് വേണ്ടി ചെയ്യും. യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ട നേഴ്സുമാരുടെ താല്പര്യം കൊണ്ട് എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു കഴിവ് ഉപയോഗിക്കുന്നു, അതുമാത്രം. നമ്മൾ പോലും അറിയാതെ എന്തൊക്കെയോ മൂഢവിശ്വാസങ്ങളുടെ പുറത്ത്, മറ്റുള്ളവരുടെ പുറത്ത് കുതിര കയറുകയാണ്, മറ്റുള്ളവർ വിധിക്കുകയാണ്. പക്ഷേ എത്ര നിസ്സാരമാണ് ജീവിതമെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ദിവസങ്ങളിൽ സംഭവിച്ച ചില കാര്യങ്ങളിലൂടെ കടന്നുപോയാൽ ജീവിതം എത്ര നിസ്സാരമാണെന്ന് ബോധ്യപ്പെടും. ഒന്ന്, ഞാൻ ആദ്യം ഒരു പത്രവാർത്ത പ്രേക്ഷകരെ കേൾപ്പിക്കാം. ഗൃഹനാഥൻ്റെ 1.5 മാസം പഴക്കമുള്ള അസ്ഥികൂടം വളപ്പിൽ. ഇതാണൊരു വാർത്ത, 2 ദിവസം മുമ്പ് വന്നതാണ്. ഗൃഹനാഥൻ്റെ 1.5 മാസം പഴക്കമുള്ള അസ്ഥികൂടം വീട്ടുവളപ്പിൽ കണ്ടെത്തി. ചാലിക്കര കാക്കമാക്കൂൽ മീത്തൽ കുഞ്ഞിക്കണ്ണൻ്റെ 72 വയസ്സ് അസ്ഥികൂടമാണ് കണ്ടെത്തിയത്. ഇദ്ദേഹം തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. പറമ്പിലിറങ്ങിയപ്പോൾ എന്തെങ്കിലും അപകടം പറ്റി മരിച്ചതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. മഴയായതുകൊണ്ട് മൃതദേഹം വേഗം അഴുകുകയും ചെയ്തു. വൈദ്യുതി ചാർജ് അടയ്ക്കാത്തതുകൊണ്ട് കണക്ഷൻ വിച്ഛേദിക്കാനെത്തിയ KSEB ജീവനക്കാരൻ കുഞ്ഞിക്കണ്ണനെ വീട്ടിൽ കാണാത്തതുകൊണ്ട് കാഞ്ഞങ്ങാടുള്ള സഹോദരിപുത്രൻ്റെ ഫോണിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. ഇദ്ദേഹം നാട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് വീട്ടുവളപ്പിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തിയത്. കുഞ്ഞിക്കണ്ണൻ്റെ ചെരുപ്പും ധരിച്ചിരുന്ന മുണ്ടും സമീപത്തുണ്ട്. കുഞ്ഞിക്കണ്ണൻ തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. അസ്ഥികൂടം DNA പരിശോധന നടത്തി മാത്രമേ സംസ്കരിക്കുകയുള്ളൂ. തനിച്ച് താമസിക്കുന്ന ഇദ്ദേഹം ചില അവസരങ്ങളിൽ കാഞ്ഞങ്ങാട് സഹോദരിയുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്. കുഞ്ഞിക്കണ്ണൻ സഹോദരൻ്റെ വീട്ടിലായിരിക്കാം എന്നാണ് നാട്ടുകാർ കരുതിയത്. ഭാര്യ നേരത്തെ മരിച്ചു പോയിരുന്നു. 2 മക്കൾ മറ്റു വീടുകളിലാണ് താമസിക്കുന്നത്. ഭാര്യ പരേതയായ ജാനകി,
മക്കൾ സനീഷ്, സുമേഷ്, സഹോദരങ്ങൾ ചന്ദ്രൻ, സരോജിനി, പരേതയായ ജാനു. നോക്കി കുഞ്ഞിക്കണ്ണന് സഹോദരിയും സഹോദരനുമുണ്ട്, മക്കളുമുണ്ട്. ഭാര്യ മരിച്ചുപോയി. പക്ഷെ മനുഷ്യൻ സ്വന്തം പുരയിടത്തിൽ എന്തോ അപകടം പറ്റി വീഴുന്നു. പക്ഷെ അദ്ദേഹത്തെ ആരും രക്ഷിച്ചെടുക്കുന്നില്ല. അവിടെ മഴയും വെയിലും കൊണ്ട് കിടന്ന് എപ്പോഴും മരിച്ചു പോകുന്നു. എന്നിട്ടും ആരും അറിയുന്നില്ല. ആ മൃതദേഹം അഴുകിപ്പോവുകയാണ്, അസ്ഥികൂടം മാത്രമായി മാറുകയാണ്. ഓർക്കണം, മക്കളുള്ള, സഹോദരങ്ങളുള്ള, സമൂഹത്തിൽ കൃത്യമായി ചില ഉത്തരവാദിത്വം ചെയ്തിരുന്നൊരു മനുഷ്യൻ്റെ ജീവിതമാണ് ഇങ്ങനെ അസ്തമിച്ചത്. ഇത്രയുമേ ഉള്ളൂ നമ്മുടെ ജീവിതം. നമ്മൾ മരിച്ചാൽ പോലും ആരും അറിയണമെന്നില്ല. നമുക്ക് മക്കളുണ്ടെങ്കിലും, ഭാര്യയുണ്ടെങ്കിലും, ഭർത്താവുണ്ടെങ്കിലും, സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും ഉണ്ടെങ്കിലും ആരും അറിയണമെന്നില്ല. ഈ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് ആരോ എഴുതിയ ഒരു കുറിപ്പ് പ്രസക്തമായതുകൊണ്ട് അതും വായിക്കാം. മനസാക്ഷിയെ പിടിച്ചൊലിക്കുന്ന ഒരു അസ്ഥികൂടം. ഇത് ഇന്നത്തെ ഒരു പത്രവാർത്തയാണ്. പേരാമ്പ്രയിൽ സ്വന്തം വീട്ടുവളപ്പിൽ 1.5 മാസം പഴക്കമുള്ള ഒരു വൃദ്ധൻ്റെ അസ്ഥികൂടം കണ്ടെത്തിയ വാർത്ത കേവലം ഒരു അപകട മരണമല്ല, മറിച്ച് ആധുനിക കേരളത്തിൻ്റെ സാംസ്കാരിക ജീർണതയുടെ നേർചിത്രമാണ്. ഭാര്യ മരിച്ചുപോയ 2 മക്കളുള്ള 72-കാരനായ കുഞ്ഞിക്കണ്ണൻ എന്ന വൃദ്ധൻ വീട്ടിൽ തനിച്ചായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മരണകാര്യം പറയുന്നു. 2 മക്കളുണ്ടായിരിക്കെ ഈ ദാരുണാന്ത്യം നമ്മുടെ സമൂഹത്തെ ഏറെ ചിന്തിപ്പിക്കേണ്ടതല്ലേ? മാറി താമസിച്ചാലും ജന്മം നൽകി വളർത്തിയ പിതാവിനെക്കുറിച്ച് 1.5 മാസക്കാലം ഒരു വിവരവും അന്വേഷിക്കാതിരിക്കാൻ മക്കൾക്ക് എങ്ങനെ സാധിക്കുന്നു? നമ്മുടെ അയൽപ്പക്ക സംസ്കാരത്തിന് എന്തുപറ്റി? സഹോദരൻ വീട്ടിൽ പോയതാകും എന്ന് കരുതി 1.5 മാസം ഒരു മനുഷ്യനെ കാണാതായിരുന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത അയൽപ്പക്ക ബന്ധം എന്തു സാമൂഹിക പ്രതിബദ്ധതയാണ് അവകാശപ്പെടുന്നത്? ടെക്നോളജിയിലൂടെ ലോകം വിരൽത്തുമ്പിൽ ഒതുക്കുമ്പോഴും തൊട്ടടുത്ത വീട്ടിലെ മനുഷ്യൻ്റെ വിരലനക്കം പോലും അറിയാൻ നമുക്ക് സമയമില്ലാതാകുന്നു. ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ നൽകുന്ന ഇതേ അവഗണന നാളെ നമ്മുടെ മക്കൾ നമുക്കും തിരിച്ചു നൽകില്ലേ? സമ്പത്തും വിദ്യാഭ്യാസവും എത്രയുണ്ടായാലും മുതിർന്നവരെ കരുതാൻ പഠിക്കാത്ത തലമുറ ഒരു പരാജയമാണ്. തിരക്കുകൾക്കിടയിലും ജനിച്ചു താമസിക്കുന്ന മാതാപിതാക്കളെയും പ്രായമായ അയൽക്കാരെയും ഒന്ന് വിളിക്കാനും അന്വേഷിക്കാനും അല്പസമയം കണ്ടെത്തൂ. ഇനിയൊരു അസ്ഥികൂടവും നമ്മുടെ മനുഷ്യത്വമില്ലായ്മയെ നോക്കി ഇങ്ങനെ പല്ലിളിക്കാതിരിക്കട്ടെ. മനുഷ്യജീവിതത്തിൻ്റെ വല്ലാത്തൊരു നിസ്സഹാവസ്ഥയിലൂടെ കടന്നു പോകാൻ ഈ സംഭവം നമ്മളെ പ്രേരിപ്പിക്കണം. ഇന്നത്തെ പത്രത്തിൽ കണ്ട മറ്റൊരു ചെറിയ വാർത്തയിലേക്ക് നമുക്ക് പോകാം. യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന കുടുംബം ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. പത്തനംതിട്ട അടൂർ കോട്ടമുകളിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന കുടുംബം മരിച്ച ഷഹനയ്ക്കൊപ്പം 31 വയസ്സ് വീട്ടിലുണ്ടായിരുന്ന ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെത്തി. ശരീരമാസകലം മുറിവേറ്റ രക്തം വാർന്ന നിലയിലായിരുന്നു ഷഹനയുടെ മൃതദേഹം. കൊല്ലം സ്വദേശിയെ വിവാഹം ചെയ്ത ഷഹന ഏറെ നാളെ ഭർത്താവുമായി പിണങ്ങി കഴിയുകയായിരുന്നു. സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരിയായിരുന്നു. ഷഹന താമസിച്ച വാടക വീട്ടിൽ നിന്നും ഇന്നലെ ബഹളം കേട്ടതോടെ നാട്ടുകാർ കൗൺസിലർ വിവരം അറിയിച്ചു. തുടർന്ന് കൗൺസിലർ എത്തി വീട് തുറക്കാൻ ആവശ്യപ്പെട്ടു. ആൺ സുഹൃത്താണ് വാതിൽ തുറന്ന് തുടർന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ വീടിനുള്ളിൽ കോണിപ്പടിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു ഷഹനയുടെ മൃതദേഹം. തുടർന്ന് പോലീസ് എത്തി വീട്ടിലുണ്ടായിരുന്ന ആൺ സുഹൃത്തെ കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ മുഖത്തും ശരീരത്തിലും മുറിവേറ്റേറ്റിട്ടുണ്ട്. നോക്കുക, ഭർത്താവുമായി പിണങ്ങി കഴിയുന്ന സുന്ദരിയായ യുവതി. അവർക്കൊരു ആൺ സുഹൃത്തുണ്ടാകുന്നു, തെറ്റല്ല. ഈ ആൺ സുഹൃത്തും ഈ യുവതിയും തമ്മിൽ എന്തോ ഭിന്നതയുണ്ടാകുന്നു. നാട്ടുകാർ ബഹളം കേൾക്കുന്നു. നാട്ടുകാർ പോലീസിനെയൊക്കെ അറിയിച്ച് എത്തിയപ്പോഴേക്കും യുവതി മരിച്ചിരിക്കുന്നു. യുവതിയെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ യുവതി തൂങ്ങിച്ചത്തതാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ യുവതിയുടെ ശരീരത്തിൽ ആ സകലം മുറിവുകളുണ്ടായിരുന്നു. അവിടെയും തീരുന്നില്ല, അറസ്റ്റ് ചെയ്യപ്പെട്ട യുവാവിൻ്റെ ശരീരത്തിലും ആ സകലം മുറിവുകളുണ്ടായിരുന്നു. വളരെ വിചിത്രമല്ലേ ഇത്? നമ്മൾ ബന്ധത്തിലാകുന്നു, ബന്ധത്തിൽ ചില പിശകുകളുണ്ടാകുന്നു, പരസ്പരം തമ്മിച്ചാവുകയാണ്. എന്നിട്ട് ഒരാൾ കൊല്ലുകയോ മരിക്കുകയോ ചെയ്യുന്നു, മറ്റൊരാൾ ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. എന്താണ് സംഭവിക്കുന്നത്? ദാനമായി ദൈവം നൽകിയ ഈ ജീവിതത്തെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പകയോടെ കൈകാര്യം ചെയ്യുന്നത്? ഇന്ന് തന്നെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു വാർത്തയിലൂടെ കൂടി കടന്നുപോയാലേ ഈ എപ്പിസോഡ് പൂർത്തിയാകൂ. വിഷം കഴിച്ചിട്ടും മരിച്ചില്ല, മകൾ ജനലിൽ തൂങ്ങി, പിതാവ് കിണറ്റിൽ ചാടി, അമ്മയെ കയററുത്ത് രക്ഷിച്ചു മകൻ. തൃശ്ശൂർ അരുവായി പത്തങ്ങാടി റോഡിൽ ആത്മഹത്യാശ്രമം നടത്തിയ പിതാവിനും മകളും മരണത്തിന് കീഴടങ്ങി. അമ്മയും മകനെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മടക്കനാക്കൽ വീട്ടിൽ സിബിയുടെ കുടുംബമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സിബിയും മകൾ അലീനയും മരിച്ചു. ഇന്നലെ പുലർച്ചെയാണ് സംഭവം നാട്ടുകാർ അറിഞ്ഞത്. ഗൾഫിൽ ഡിസൈനറായിരുന്ന സിബി ശനിയാഴ്ച പുലർച്ചെയാണ് വീട്ടിലെത്തിയത്. രാത്രിയോടെ കുടുംബം വിഷം കഴിച്ചതായി സൂചനയുണ്ട്. ഞായറാഴ്ച രാവിലെ മുതൽ വീട്ടിൽ ആളുകളെ കണ്ടില്ലെന്ന് അയൽവാസികൾ പറഞ്ഞു. വിഷം കഴിച്ചെങ്കിലും മരണം സംഭവിക്കാതിരുന്നതോടെ മകൾ അലീന ജനലിലെ കയറിൽ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സിബി വീട്ടുമുറ്റത്തെ കിണറ്റിൽ ചാടുകയും ചെയ്തു. സിബിയുടെ ഭാര്യ ബീന കൈഞ്ഞരമ്പ് മുറിക്കാൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചെങ്കിലും മകൻ ആദിത്യൻ കയർ മുറിച്ചു ബീനയെ രക്ഷിക്കുകയായിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. ആദിത്യൻ ബിടെക് കോഴ്സിന് ചേരാനിരിക്കുകയായിരുന്നു. നീറ്റ് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുകയാണ് അലീന. ബീനയും ആദിത്യനും അപകടത്തിന് തരണം ചെയ്തതായി അധികൃതർ അറിയിച്ചു. നോക്കൂ, എത്ര വിചിത്രമാണെന്ന്. ഗൾഫിൽ ജോലി ചെയ്ത പിതാവ് ഡിസൈനറാണ്, നല്ല ജോലിയാണ്.
അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അന്ന് രാത്രിയിൽ ആ 4 പേരും വിഷം കഴിക്കുന്നു. പക്ഷേ രാവിലെ എണീറ്റപ്പോഴും മരിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മകൾ തൂങ്ങി മരിക്കുന്നു, അപ്പൻ കിണറ്റിൽ ചാടി മരിക്കുന്നു. അമ്മ മരിക്കാൻ ശ്രമിച്ചപ്പോൾ മകൻ രക്ഷിക്കുന്നു. 18 വയസ്സ്, കൂടെ ഏറ്റവും പ്രായം കുറഞ്ഞവനാണ്. നീറ്റ് പരീക്ഷ എഴുതി മകൾ കാത്തിരിക്കുന്നു. മകൻ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോകുന്നു. നോക്കൂ, ആ കുടുംബത്തിൽ എന്ത് സംഭവിച്ചു നമ്മൾ അറിയാൻ പോകുന്നില്ല. ആ കുടുംബത്തിൽ ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധി ആവാം, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അവർ ആഗ്രഹിക്കാത്തത് സംഭവിച്ചു കാണാം. അമ്മയുടെയോ മകളുടെയോ മകൻ്റെയോ ഒക്കെ കുടുംബത്തിന് മൊത്തത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയായിരിക്കാം ഒരുപക്ഷെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത്. പക്ഷെ 4 പേരും തീരുമാനിക്കുന്നു മരിക്കാൻ എന്നതാണ് ഇതിൻ്റെ പ്രസക്തി. പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ ഒരാൾ, പ്രത്യേകിച്ച് കുടുംബനാഥൻ, മരിക്കാൻ തീരുമാനിക്കുന്നു, മറ്റുള്ളവരെ കൊല്ലുകയാണ് ചെയ്യുന്നത്, കൊന്നിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 4 പേരും മരിക്കാൻ തീരുമാനിക്കുന്നു, 4 പേരും വിഷം കഴിക്കുന്നു. മരിക്കാതെ വന്നപ്പോൾ 3 പേരും വീണ്ടും മരിക്കാൻ തീരുമാനിക്കുന്നു, ഇളയ മകൻ ഒഴികെ. എന്തൊരു വിചിത്രമാണ് ലോകം. ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ജീവിതമാണ്. ആ ജീവിതത്തെ നമ്മൾ എത്ര നിസ്സാരമായി കരുതുന്നു. തീരാത്ത പ്രശ്നങ്ങൾ വല്ലതുമുണ്ടോ? ഈ മരിച്ചതിന് ശേഷം നമുക്കിങ്ങനെ പറയാൻ പറ്റും, ജീവിച്ചിരിക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറയും. ശരിയാണ്, നമുക്കാർക്കും സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈ വിലപ്പെട്ട ജീവിതം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ആർക്കാണ് നഷ്ടം? നഷ്ടപ്പെട്ടവനാണ്. അവന് പിന്നെ ഈ പ്രകൃതിയില്ല. മരണശേഷം എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഈ മരണശേഷം സ്വർഗമോ അങ്ങനെ പറയുന്ന നമ്മൾ കരുതുന്ന സ്വപ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ സ്വയം ജീവൻ ഒടുക്കിയാൽ അത് കിട്ടത്തുമില്ല. എല്ലാ മതങ്ങളും പറയുന്നതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ജീവിതം ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്? ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ കഴിയാത്ത എന്ത് പ്രശ്നമാണ് ലോകത്ത് ബാക്കിയുള്ളത്? ഏത് പ്രശ്നം പരിഹരിക്കാം? നമുക്ക് വേണ്ടത് സത്യസന്ധതയും സുതാര്യതയും. ഇതൊക്കെ ആരോടെങ്കിലും പറയാനുള്ള അവസ്ഥയുമാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ സാമ്പത്തികമായി സഹായിച്ചെന്ന് വരില്ല. ഞാനിത് എടുത്തു പറയാൻ കാരണം, പലരും സാമ്പത്തിക സഹായം ചോദിച്ച് വരാറുണ്ട്. നമുക്ക് പ്രയാസമാണ്. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതം ഒരു വിധത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അവന് കുറച്ചുകൂടി പണം കിട്ടിയാൽ അവൻ കുറച്ചുകൂടി നന്നായി ജീവിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് അവൻ മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം മരണത്തിലേക്ക് പോവേണ്ടതുണ്ടോ? ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ മരിക്കാൻ തീരുമാനിക്കുന്നു, ഞങ്ങളുടെ ജീവിതാവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. നാണക്കേടെന്ന് പറയുന്നത് വളരെ വ്യക്തിനിഷ്ഠമാണ്. നോക്കുക, ഷെറിനെ കണ്ടുപിടിക്കുക. സ്വന്തം അമ്മായിപ്പനെ കൊന്ന് ജയിലിൽ പോയിട്ട് ജയിൽ ശിക്ഷയും കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്നു. അങ്ങനെയും ജീവിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആത്മീയതയിലേക്ക് തിരിയാമല്ലോ. ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടാൽ നമുക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതാണ് ആത്മീയത. എന്തിനാണ് ഇങ്ങനെ സ്വയം ഒടുങ്ങുന്നത്? എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതം ഒടുക്കുന്നത്? എന്തു പ്രശ്നമാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത? എനിക്ക് പിടികിട്ടുന്നേയില്ല. പ്രിയപ്പെട്ടവർ, നമുക്ക് ദാനം കിട്ടിയതാണ് ജീവിതം. ആ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നത്രയും ആസ്വദിക്കുക. അതിലുണ്ടാവുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കുക. അല്ലാതെ ഓടിച്ചാടി മരണം തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് നഷ്ടം നമുക്ക് മാത്രമാണ് എന്ന് തിരിച്ചറിയുക.